വിദ്യാർത്ഥികളെ, 6ാം ക്ലാസ് ആനുവൽ ഇവാലുവേഷൻ സോഷ്യൽ സയൻസിൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ ആൻസേഴ്സും നമുക്കിന്ന് ഡിസ്കസ് ചെയ്താലോ. അപ്പോൾ നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ലാറ്റിറ്റ്യൂഡ്സ് ആർ ലൈൻസ് ഡ്രോൺ ബൈ എ ജോയിനിങ് പ്ലേസ് ദറ്റ് ഹാവ് ദ സെയിം ആംഗുലർ ഡിസ്റ്റൻസ് ഫ്രം ദ സെൻറ്റർ ഓഫ് ദ എർത്ത്. എന്താ പറയുന്നത്? ഫസ്റ്റ് വൺ പറഞ്ഞിരിക്കുന്നത് ലാറ്റിറ്റ്യൂഡ്സിനെ കുറിച്ച് ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് തന്നിരിക്കുന്നത്. സെൻറ്റർ ഓഫ് എർത്തിൽ നിന്ന് സെയിം ആംഗുലർ ഡിസ്റ്റൻസിൽ രണ്ട് പ്ലേസിനെ ജോയിൻ ചെയ്ത് വരയ്ക്കുന്ന ലൈൻസ് ആണ് എന്തെന്ന് പറയുന്നത്? ലാറ്റിറ്റ്യൂഡ്സ് എന്ന് പറയുന്നത്. അതാണ് സ്റ്റേറ്റ്മെൻറ്റ് തന്നിരിക്കുന്നത്. ഫ്രം ദ ഫോളോയിങ് ഐഡൻറ്റിഫൈ ദ സ്റ്റേറ്റ്മെൻറ്റ് റിലേറ്റഡ് ടു ലാറ്റിറ്റ്യൂഡ്സ്. ഈ ആദ്യം പറഞ്ഞ സ്റ്റേറ്റ്മെൻ്റ് അല്ലാതെ വേറെയും കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ് താഴെ തന്നിട്ടുണ്ട്. അതിൽ ലാറ്റിറ്റ്യൂഡുമായി ചേരുന്നത് മാത്രം നിങ്ങളെടുത്ത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് തന്നിരിക്കുന്നത് ദ മേജർ ലൈൻ ലൊക്കേറ്റഡ് അറ്റ് എൻ ആംഗുലർ ഡിസ്റ്റൻസ് ഓഫ് 23½ ഡിഗ്രി നോർത്ത് ഓഫ് ദ എർത്ത് സെൻറ്റർ. ദ മേജർ ലൈൻ ലൊക്കേറ്റഡ് അറ്റ് ആൻ ആംഗുലർ ഡിസ്റ്റൻസ് ഓഫ് 23½ ഡിഗ്രി നോർത്ത് ഓഫ് ദ എർത്ത് സെൻറ്റർ. മേജർ ലൈൻ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് എവിടെയാണെന്ന് പറഞ്ഞാൽ അറ്റ് ആൻ ആംഗുലർ ഡിസ്റ്റൻസ് ഓഫ് 23½ ഡിഗ്രി നോർത്ത് ഓഫ് ദ എർത്ത് സെൻറ്റർ. സെക്കൻഡ് വൺ, ദ 180 ഡിഗ്രി ഇൻ്റർനാഷണൽ ഡേറ്റ് ലൈൻ. ഇൻ്റർനാഷണൽ ഡേറ്റ് ലൈനിന് 180 ഡിഗ്രി ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. 180 ഡിഗ്രി ദ 180 ഡിഗ്രി ഇൻ്റർനാഷണൽ ഡേറ്റ് ലൈൻ. മൂന്നാമത്തെ പോയിന്റ് പറയുകയാണ് ദ ലൈൻ പാസിംഗ് ത്രൂ ഗ്രീനിച്ച് ഇൻ ഇംഗ്ലണ്ട്. ദ ലൈൻ പാസിംഗ് ത്രൂ ഗ്രീനിച്ച് ഇൻ ഇംഗ്ലണ്ട്. ഫോർത്ത് വൺ പറഞ്ഞ ദ ലൈൻ ഈസ് ലൊക്കേറ്റഡ് അറ്റ് ആൻ ആംഗുലർ ഡിസ്റ്റൻസ് 66½ ഡിഗ്രി സൗത്ത് ഓഫ് ദ എർത്ത് സെൻറ്റർ. ഇത്രയും പോയിന്റ്സ് ആണ് ലാറ്റിറ്റ്യൂഡ്സിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, മോളിൽ തന്ന സ്റ്റേറ്റ്മെൻറ്റ് കൂടാതെ. അപ്പോൾ ഇതിൽ ഏതൊക്കെയാണ് കറക്റ്റ് ആയിട്ടുള്ളതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കറക്റ്റ് ആയിട്ടുള്ളത് ഏതൊക്കെയാണ് നമുക്കറിയാം. ഒന്നാമത്തത് ശരിയാണ്. ദ മേജർ ലൈൻ ലൊക്കേറ്റഡ് അറ്റ് ആൻ ആംഗുലർ ഡിസ്റ്റൻസ് 23½ ഡിഗ്രി നോർത്ത് ഓഫ് ദ എർത്ത് സെൻറ്റർ. ഫോർത്ത് വൺ ഏതാണ്? ദ ലൈൻ ലൊക്കേറ്റഡ് അറ്റ് ആൻ ആംഗുലർ ഡിസ്റ്റൻസ് 66½ ഡിഗ്രി സൗത്ത് ഓഫ് ദ എർത്ത് സെൻറ്റർ. അപ്പോൾ ഇത്രയും 1ഉം 4ഉമാണ് ഇതിൽ കറക്റ്റ് ആയിട്ടുള്ളത്. ഇനി ലാറ്റിറ്റ്യൂഡ്സിനെ കുറിച്ചാണ്. അപ്പോൾ ലാറ്റിറ്റ്യൂഡും ലോഞ്ചിറ്റ്യൂഡും എന്താണെന്ന് നന്നായി പഠിക്കുക. ലാറ്റിറ്റ്യൂഡൽ ലൈൻസും ലോഞ്ചിറ്റ്യൂഡൽ ലൈൻസും എന്താണെന്നും അതിൻ്റെ ഫീച്ചേഴ്സും പഠിച്ചു വയ്ക്കുക. രണ്ടാമത്തെ ബി ക്വസ്റ്റ്യൻ, ഐഡൻറ്റിഫൈ ദ അതർ മേജർ ലൈൻസ് ദാറ്റ് ആർ ഇക്വാലന്റ് ടു ലാറ്റിറ്റ്യൂഡ്. ലാറ്റിറ്റ്യൂഡിന് ഇക്വാലൻ്റ് ആയിട്ട് തുല്യമായിട്ടുള്ള മറ്റ് മേജർ ലൈൻസിനെ ഐഡൻറ്റിഫൈ ചെയ്ത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്തെന്നാണ് നമുക്ക് എഴുതാം? The imaginary line drawn on the surface of the earth connecting the north pole and south pole with a reference earth center is called longitude. ഇപ്പോൾ നമ്മൾ പറഞ്ഞത് ലാറ്റിറ്റ്യൂഡാണ്. അടുത്തത് ഏതാ പറഞ്ഞിരിക്കുന്നത്? എനിക്ക് വേണ്ടിയിട്ടുള്ളതാണ് ലോഞ്ചിറ്റ്യൂഡാണ്. പ്രൈം മെറിഡിയൻ, ഇൻ്റർനാഷണൽ ഡേറ്റ് ലൈൻ ആർ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് എമംഗ് ദം. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഏതൊക്കെയാണ്? പ്രൈം മെറിഡിയനും ഇൻ്റർനാഷണൽ ഡേറ്റ് ലൈനും. അപ്പോൾ ലോഞ്ചിറ്റ്യൂഡ് എന്താണെന്ന് പഠിച്ചു വയ്ക്കുക, ലാറ്റിറ്റ്യൂഡും എന്താണെന്ന് പഠിച്ചു വയ്ക്കുക. ദ ഇമാജിനറി ലൈൻ ഓൺ ദ സർഫസ് ഓഫ് ദ എർത്ത് കണക്റ്റിംഗ് ടു ദ നോർത്ത് പോൾ ആൻഡ് സൗത്ത് പോൾ വിത്ത് റെഫറൻസ് ടു എർത്ത് സെൻറ്റർ കോൾഡ് ലോഞ്ചിറ്റ്യൂഡ്. ഓക്കെ, പ്രൈം മെറിഡിയനും ഇൻ്റർനാഷണൽ ഡേറ്റ് ലൈൻ ആർ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് എമംഗ് ദം. അപ്പോൾ എന്താണ് ലോഞ്ചിറ്റ്യൂഡ്, എന്താണ് ലാറ്റിറ്റ്യൂഡ് എന്ന് പഠിക്കുക. അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ബേസ്ഡ് ഓൺ ദെയർ നേച്ചർ കോൺസ്റ്റിറ്റ്യൂഷൻസ് ആർ ക്ലാസിഫൈഡ് ആസ് റിട്ടൺ ആൻഡ് അൺറിട്ടൺ. ഇവിടെ നമ്മളുടെ ഫ്രം ദ ഫോളോയിങ് ഐഡൻറ്റിഫൈ ദ കൺട്രീസ് ദറ്റ് ഹാവ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ. നമുക്കറിയാം നമുക്ക് എഴുതപ്പെട്ട ഭരണഘടനയാണുള്ളത്, റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ആണുള്ളത്. ഇനി റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ഇല്ലാത്ത ചില രാജ്യങ്ങളും ഉണ്ട് അല്ലേ? എഴുതപ്പെട്ട കോൺസ്റ്റിറ്റ്യൂഷൻ ഭരണഘടന ഇല്ലാത്ത കുറച്ച് രാജ്യങ്ങളും ഉണ്ട്. നമുക്കിവിടെ കുറച്ച് തന്നിട്ടുണ്ട്. ഈ താഴെ പറയുന്നവയിൽ ഏതാണ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻസ് ഉള്ള കൺട്രീസ് എന്ന് കണ്ടുപിടിക്കാം. ഒന്ന് ഇന്ത്യ തന്നിട്ടുണ്ട്, യുണൈറ്റഡ് സ്റ്റേറ്റ് ഓഫ് അമേരിക്ക, യുണൈറ്റഡ് കിങ്ഡം, ന്യൂസിലൻഡ്. ഇതിൽ റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻസ് ഉള്ളത് ഏതൊക്കെയാണ്? ഇന്ത്യയും യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയുമാണ്. അപ്പോൾ 1ഉം 2ഉമാണ് ശരിയായിട്ടുള്ള ഉത്തരം. ഇനി ബി ക്വസ്റ്റ്യൻ, റൈറ്റ് എനി 2 ഫീച്ചേഴ്സ് ദറ്റ് ആർ ഇൻ എഗ്രിമെൻറ്റ് വിത്ത് എ കോൺസ്റ്റിറ്റ്യൂഷണൽ സിസ്റ്റം. കോൺസ്റ്റിറ്റ്യൂഷണൽ സിസ്റ്റത്തിൻ്റെ 2 ഫീച്ചേഴ്സ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്നെന്താണ്? ഡിഫൈൻ ദ റൈറ്റ്സ് ഓഫ് സിറ്റിസൺ. ഓരോ സിറ്റിസണിൻ്റെയും ഓരോ റൈറ്റ്സും ഡിഫൈൻ ചെയ്തിട്ടുണ്ട് കോൺസ്റ്റിറ്റ്യൂഷനിൽ അല്ലേ? ഓരോ പൗരനും അവൻ്റെ റൈറ്റ്സുകൾ, പൗരൻ്റെ റൈറ്റ്സുകൾ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഒന്നാണ് എന്തെന്ന് പറയുന്നത്? കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. രണ്ടാമത്തെ, എൻഷുവേഴ്സ് ദ റൂൾ ഓഫ് ലോ. എന്താണ്? നമ്മളുടെ നിയമം അല്ലേ, നമ്മുടെ റൂൾ ഓഫ് ലോ എൻഷുർ ചെയ്യുന്നുണ്ട്. നമുക്ക്
എല്ലാം നിയമത്തിൻ്റെ മുന്നിലാണ് അല്ലേ. അപ്പോൾ എൻഷുർ ദ റൂൾ ഓഫ് ലോ, അത് രണ്ടുമാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ സിസ്റ്റത്തിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ദ തിണൈ ഇൻ ആൻഷ്യൻ തമിഴകം വേർ റിച്ച് ഇൻ ഡൈവേഴ്സ് ജിയോഗ്രഫിക്കൽ ഫീച്ചർ. തിണകളെക്കുറിച്ച് പഠിച്ചിട്ടുണ്ട്. താഴെ തിണകളും അവയുടെ ജിയോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് തന്നിട്ടുണ്ട്. ഓർഡറിലാക്കി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് കുറിഞ്ഞി, നെയ്തൽ, മുല്ലൈ, മൂന്നെണ്ണം തന്നെയാണ്. കുറിഞ്ഞി എന്ന് പറയുന്നത് എന്താ, ഫോറസ്റ്റ് ആൻഡ് മൗണ്ടെയിൻ വരുന്നതാണ് എന്തെന്ന് പറയുന്നത് കുറിഞ്ഞി എന്ന് പറയുന്നത്. രണ്ടാമത്തത് നെയ്തൽ. നെയ്തൽ എന്ന് പറയുന്നത് ഏതാണ്, കോസ്റ്റൽ റീജിയൻ ആണ്. നെയ്തൽ കോസ്റ്റൽ റീജിയൻ ആണ്. മൂന്നാമത്തെ മുല്ലൈ ഗ്രാസ് ലാൻഡ് ആണ്. മുല്ലൈ ഗ്രാസ് ലാൻഡ്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ഉത്തരം. കുറിഞ്ഞി രണ്ടാമത്തെ ഫോറസ്റ്റ് ആൻഡ് മൗണ്ടെയിൻ, നെയ്തൽ കോസ്റ്റൽ റീജിയൻ, മുല്ലൈ ഗ്രാസ് ലാൻഡ്. ഇനി ഐഡന്റിഫൈ ദ മെയിൻ ഓക്യുപ്പേഷൻസ് ഓഫ് ദ പീപ്പിൾ ലിവിങ് ദ എബോവ് മെൻഷൻഡ് തിണ. ഈ മോളി പറഞ്ഞ തിണകളില്ലേ, ഈ തിണകളുടെ ഓക്യുപ്പേഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് മെൻഷൻ ചെയ്ത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് വൺ കുറിഞ്ഞി. കുറിഞ്ഞി നമുക്ക് നോക്കാം. എന്താണ്, കളക്ഷൻ ഓഫ് ഫോറസ്റ്റ് പ്രോഡക്ട്സ് ആൻഡ് ഹണ്ടിങ്. ഒന്ന് എന്താണ്, ഫോറസ്റ്റ് പ്രോഡക്ട്സ് കളക്ട് ചെയ്യുക, പിന്നെ ഹണ്ടിങ്, അതാണ് കുറിഞ്ചിക്കാരുടെ തൊഴിൽ ഒക്യുപ്പേഷൻ എന്ന് പറയുന്നത്. മുല്ലൈക്കാരുടെ എന്തായിരിക്കും, കാറ്റിൽ റിയറിങ്. മുല്ലൈ ഗ്രാസ് ലാൻഡ് ആണെന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം എന്തായിരിക്കും, കാറ്റിൽ റിയറിങ് അല്ലേ, കന്നുകാലികളെ പരിപാലിക്കുന്നതാണ്. നെയ്തൽക്കാരുടെ അപ്പം എന്തായിരിക്കും, നമ്മൾ പറഞ്ഞിട്ടുണ്ട് കോസ്റ്റൽ റീജിയൻ, തീരപ്രദേശങ്ങളാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഏതായിരിക്കും, ഫിഷിങ്ങും സോൾട്ട് എക്സ്ട്രാക്ഷനും അല്ലേ, ഉപ്പ് കുറുക്കുന്നതും അതുപോലെ ഫിഷിങ്ങും മത്സ്യബന്ധനവുമായിരിക്കും അവരുടെ തൊഴിലെന്ന് പറയുന്നത്. അപ്പോൾ ഇനി നെക്സ്റ്റ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ദ മെഗാലിത്തിക് കൾച്ചർ വാസ് മെയിൻലി എ ഹോൾമാർക്ക് ഓഫ് സൗത്ത് ഇന്ത്യ. മെഗാലിത്തിക് കൾച്ചർ എന്ന് പറയുന്നത് സൗത്ത് ഇന്ത്യയുടെ ഒരു ഹോൾമാർക്ക് ആയിരുന്നു അല്ലേ. അപ്പോൾ ഫ്രം ദ ഫോളോയിങ് ഐഡന്റിഫൈ ദ റീജിയൻ റിലേറ്റഡ് ടു ദ മെഗാലിത്തിക് കൾച്ചർ. മെഗാലിത്തിക് കൾച്ചറുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള റീജിയൻ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് വൺ കാശ്മീർ, ഒഡീഷ, നാഗാർജുനകൊണ്ട, കൊൽക്കത്ത. ഏതാണ്, മൂന്നാമത്തതാണ്. ഏതാണ് മെഗാലിത്തിക് കൾച്ചറുമായിട്ട്, ഏതാണ് മെഗാലിത്തിക് കൾച്ചറുമായിട്ടാണ് ബന്ധപ്പെട്ടിട്ടാണ്. ഏതാണ്, നാഗാർജുന കോണ്ടയാണ്. ഇനി നെക്സ്റ്റ് ബി ക്വസ്റ്റ്യൻ, ലിസ്റ്റ് ദ സ്പെഷ്യൽ ഫീച്ചേഴ്സ് ഓഫ് ഹ്യൂമൻ ലൈഫ് ഡ്യൂറിങ് ദ മെഗാലിത്തിക് പീരീഡ്. മെഗാലിത്തിക് പീരീഡിൻ്റെ കുറച്ച് ഹ്യൂമൻ ലൈഫിൻ്റെ സ്പെഷ്യൽ ഫീച്ചേഴ്സ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് നോക്കാം. ഡൈവേഴ്സ് അയൺ ടൂൾസ് വെയർ യൂസ്ഡ് ഫോർ ഡിഫറെൻറ്റ് പർപ്പസ്. എന്താണ്, നമ്മൾ ഡിഫറെൻറ്റ് പർപ്പസിന് വേണ്ടിയിട്ട് അയൺ ടൂൾസ് അല്ലേ, ഇരുമ്പ് കൊണ്ടുള്ള ടൂൾസൊക്കെ ഉപയോഗിച്ചിരുന്നു, ആ കാലഘട്ടത്തിൽ ഉപയോഗിച്ചിരുന്നു. ഡൈവേഴ്സ് അയൺ ടൂൾസ് വെയർ യൂസ്ഡ് ഫോർ ഡിഫറെൻറ്റ് പർപ്പസ്. അടുത്തത് എന്താണ്, പോട്ടറി വാസ് മെയ്ഡ് ആൻഡ് യൂസ്ഡ്. എന്താണ്, പോട്ടറി ആയിട്ടുള്ള സാധനങ്ങൾ ഉണ്ടാക്കുകയും ഉപയോഗിക്കുകയും ചെയ്തു. മൂന്നാമത്തെ പോയിന്റ് എന്താണ്, വേരിയസ് മെത്തേഡ്സ് വെയർ അഡോപ്റ്റഡ് ഫോർ ബ്യൂറിയൽ. ബ്യൂറിയലിന് വേണ്ടിയിട്ട് പല മെത്തേഡ്സ് അഡോപ്റ്റ് ചെയ്തു. ദിസ് റിവീൽസ് ദ സയൻറ്റിഫിക് നേച്ചർ ഓഫ് ദ ബ്യൂറിയൽ പ്രാക്ടീസസ്. സംസ്കാര ചടങ്ങുകൾക്കൊക്കെ വേണ്ടിയിട്ട് അല്ലേ. ദ റിവീൽസ് ദ സയൻറ്റിഫിക് നേച്ചർ ഓഫ് ദ ബ്യൂറിയൽ പ്രാക്ടീസസ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഏതിൻ്റെ ഫീച്ചർ എന്ന് പറയുന്നത്, നമ്മളുടെ മെഗാലിത്തിക് പീരിയഡിൻ്റെ ഫീച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും മെഗാലിത്തിക് പീരിയഡും അല്ലേ, പാലിയോലിത്തിക്, അതൊക്കെ കണ്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ മെഗാലിത്തിക് പീരിയഡ് ഓരോ പീരിയഡും അതിൻ്റെ ഫീച്ചേഴ്സും നോക്കി വയ്ക്കുക. നാലാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ബേസിസ് ഫോർ ദ എക്സ്റ്റെൻസ് ഓഫ് ലൈഫ് ഓൺ എർത്ത്, ഒബ്സർവ് ദ ഗിവൺ പിക്ചർ. താഴെ ഒരു പിക്ചർ കാണിച്ചിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് പറഞ്ഞിരിക്കുന്നത് വാട്ടർ സൈക്കിളിൻ്റെ ഒരു പിക്ചറാണ് കാണിച്ചിരിക്കുന്നത്. ഇതിൽ കുറച്ച് പ്രോസസ്സുകൾ പറയുന്നുണ്ട്. ഏതാണ്, കണ്ടൻസേഷൻ, ഇവാപറേഷൻ, പിന്നെന്താണ് പ്രസിപ്പിറ്റേഷൻ അല്ലേ, പിന്നെ ഓഷ്യൻ വാട്ടർ, ലേക്ക്, റിവർ, ഇതൊക്കെ ഇതിനകത്ത് കാണിച്ചിട്ടുണ്ട്. ഈ സാധനങ്ങളൊക്കെ ഇതിനകത്ത് കാണിച്ചിട്ടുണ്ട്. കുറച്ച് പ്രോസസ്സും നൽകിയിട്ടുണ്ട്. നിങ്ങളോട് ഇനി താഴെ ചോദ്യം ചോദിച്ചിരിക്കുകയാണ്. ഫ്രം ദ ഫോളോയിങ് ഐഡൻറ്റിഫൈ ദ സ്റ്റേജസ് ഓഫ് ദ വാട്ടർ സൈക്കിൾ ഷോൺ. ഫ്രം ദ ഫോളോയിങ് ഐഡൻറ്റിഫൈ സ്റ്റേജ് ഓഫ് വാട്ടർ സൈക്കിൾ ഷോൺ. വാട്ടർ സൈക്കിൾ എവിടെയാണ് സ്റ്റേജ്, ഏതാണ്, കണ്ടൻസേഷൻ. എവിടെയാണ്, ഏതാണ്, കണ്ടൻസേഷൻ. ഫ്രം ദ ഫോളോയിങ് ഐഡൻറ്റിഫൈ ദ സ്റ്റേജ് ഓഫ് വാട്ടർ സൈക്കിൾ ഷോൺ. ഏതാണ്, കണ്ടൻസേഷൻ. രണ്ടാമത്തെ എക്സ്പ്ലെയിൻ ദ
ഫോളോയിങ് ടൈംസ്. ഇവാപറേഷൻ എന്താണ്, പ്രസിപ്പിറ്റേഷൻ എന്താണ്, കണ്ടൻസേഷൻ എന്താണ്, ഈ 3 പ്രോസസ്സും എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഓരോന്നും എന്താണെന്ന് നോക്കാം. ഇവാപറേഷൻ എന്ന് പറഞ്ഞാൽ ദ പ്രോസസ് ബൈ വിച്ച് ലിക്വിഡ് ചേഞ്ച് ഇൻ ടു ഗേഷ്യസ് ഫ്രം വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഹീറ്റിൻ്റെ ഹെൽപ്പോടുകൂടി എന്ത് ചെയ്യുന്നു, ലിക്വിഡ് ചേഞ്ച് ഇൻ ടു ഗേഷ്യസ്, ലിക്വിഡ് എന്തായിട്ട് മാറുന്നു, ഗേഷ്യസ് സ്റ്റേജിലേക്ക് മാറുന്നതാണ് എന്തെന്ന് പറയുന്നത്, ഇവാപറേഷൻ എന്ന് പറയുന്നത്. ഇനി കണ്ടൻസേഷൻ എന്താണ്, ദ പ്രോസസ് ബൈ വിച്ച് വാട്ടർ വേപ്പർ ഇൻ ദ എയർ കൂൾ ടു ഫോം വാട്ടർ. ഈ ഈ വേപ്പർ എന്ത് ചെയ്തു, കൂളായിട്ട് തണുത്തിട്ട് എന്തായിട്ട് മാറും, വാട്ടറായി മാറുന്ന പ്രോസസ്സാണ് എന്തെന്ന് പറയുന്നത് കണ്ടൻസേഷൻ എന്ന് പറയുന്നത്. ദ പ്രോസസ് ബൈ വിച്ച് വാട്ടർ വേപ്പർ in the air cool to form water. The precipitation, the process by which water particles fall on the earth as the clouds cannot hold it further due to its increased weight and size as a result of continuous condensation. അപ്പോൾ ഇവാപറേഷൻ, കണ്ടൻസേഷൻ, precipitation ഈ 3 പ്രോസസ്സും പഠിച്ചു വെക്കുക. നെക്സ്റ്റ് 4ാമത്തെ ക്വസ്റ്റ്യൻ ബി പാർട്ടിലെ ക്വസ്റ്റ്യൻ ആണ്. കോണ്ടിനെന്റ്സ് ആൻഡ് ഓഷ്യൻസ് ഹാവ് ദെയർ ഓൺ ജിയോഗ്രഫിക്കൽ ഫീച്ചേഴ്സ്. അപ്പോൾ ഇത് കറക്റ്റ് മാച്ചിങ് ഓർഡർ. ഇവിടെ നമുക്ക് കോണ്ടിനെന്റ്സും ഓഷ്യനും അല്ലേ, കോണ്ടിനെന്റ്സ് ആൻഡ് ഓഷ്യൻസ് ഹാവ് ദെയർ ഓൺ ജിയോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ കുറച്ച് ഇത് കാണിച്ചിട്ടുണ്ട്, 2 കോളംസ് തന്നിട്ടുണ്ട്. ഇത് ഓർഡർ കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് വൺ അറ്റ്ലാന്റിക് ഓഷ്യൻ ആണ്. അറ്റ്ലാന്റിക് ഓഷ്യൻ എന്ന് പറയുന്നത് എസ് ഷേപ്ഡ് ഇതാണ്. അറ്റ്ലാന്റിക് ഓഷ്യൻ എസ് ഷേപ്ഡ് ആണ്. വിഴിഞ്ഞം പോർട്ട് എന്ന് പറയുന്നത് ഇന്ത്യൻ ഓഷ്യനുമായി ബന്ധപ്പെട്ട, ഇന്ത്യൻ ഓഷ്യനിലാണ് വിഴിഞ്ഞം പോർട്ട് വരുന്നത്. ഇനി പസഫിക് ഓഷ്യൻ എന്ന് പറയുന്നത്, പസഫിക് ഓഷ്യൻ ചലഞ്ചർ ഡീപ്പ് എ ആണ് പസഫിക് ഓഷ്യൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അപ്പോൾ സി ആണ് കറക്റ്റ്. 1ാമത്തെ ബി, 2ാമത്തെ സി, 3ാമത്തെ എ. ഇനി ലിസ്റ്റ് ദ വേസ് ഇൻ വിച്ച് ഓഷ്യൻസ് ഇൻഫ്ലുവൻസ് ഹ്യൂമൻ ലൈഫ്. ഹ്യൂമൻ ലൈഫിനെ എങ്ങനെയാണ് ഓഷ്യൻസ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് എങ്ങനെയൊക്കെയാണ് ഹെൽപ്പ് ചെയ്യുന്നത്? ഒന്ന്, റെഗുലേറ്റ് ദ ക്ലൈമറ്റ്, ക്ലൈമറ്റിനെ റെഗുലേറ്റ് ചെയ്ത് നിർത്തും. പ്രൊവൈഡ് റിസോഴ്സസ് ഫോർ ലൈവ്ലിഹുഡിനുള്ള റിസോഴ്സസ് പ്രൊവൈഡ് ചെയ്യും. ഓഷ്യൻ ട്രാൻസ്പോർട്ട് ഹെൽപ്സ് മെയിൻറ്റെയിൻ ട്രേഡ് റിലേഷൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ, അതായത് ട്രാൻസ്പോർട്ടേഷന് വേണ്ടി ഹെൽപ്പ് ചെയ്യും. യൂസ്ഡ് ഫോർ ടൂറിസത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു. പ്ലേസ് എ റോൾ ഇൻ എ പ്രൊഡ്യൂസിങ് ഓക്സിജൻ ആൻഡ് കൺട്രോളിങ് ഗ്ലോബൽ വാർമിംഗ്. നമ്മളുടെ ഓക്സിജൻ പ്രൊഡ്യൂസ് ചെയ്യാനും അതുപോലെ ഗ്ലോബൽ വാർമിംഗ് കൺട്രോൾ ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നു. ആക്ട് ആസ് ബയോഡൈവേഴ്സിറ്റി സോൺ അക്കോമഡേറ്റിംഗ് മെനി ലിവിങ് ഓർഗാനിസം. ഒരു ബയോഡൈവേഴ്സിറ്റി സോണായിട്ട് ആക്ട് ചെയ്യുന്നു, അതായത് ഒരുപാട് ലിവിങ് ഓർഗാനിസത്തിന് അവിടെ ജീവനുള്ള ഒരുപാട് ഓർഗാനിസത്തിന് അവിടെ അക്കോമഡേറ്റ് ചെയ്യുന്നുണ്ട്. എയ്ഡ്സ് ഇൻ ആക്ടിവിറ്റീസ് ലൈക്ക് ജനറേറ്റിംഗ് ഇലക്ട്രിസിറ്റി ഫ്രം വേവ്സ് ആൻഡ് പ്യൂരിഫൈങ് സോൾട്ട് വാട്ടർ ഫോർ ഡ്രിങ്കിങ്. ഇത്രയൊക്കെയാണ് അതിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. ഓഷ്യൻ എങ്ങനെയാണ് ഹ്യൂമൻ ലൈഫിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. അപ്പോൾ ഓഷ്യൻ്റെ ഫീച്ചേഴ്സ് നമ്മൾ പറഞ്ഞത് അതാണ്. എന്തൊക്കെയാണ്? റെഗുലേറ്റ് ദ ക്ലൈമറ്റ്, പ്രൊവൈഡ് റിസോഴ്സസ് ഫോർ ലൈവ്ലിഹുഡ്, ഓഷ്യൻ ട്രാൻസ്പോർട്ട് ഹെൽപ്പ് മെയിൻറ്റെയിൻ ട്രേഡ് റിലേഷൻസ്, യൂസ്ഡ് ഫോർ ടൂറിസം. പിന്നെന്താണ്? യൂസ്ഡ് ഫോർ ടൂറിസം, പ്ലേസ് റോൾ ഇൻ പ്രൊഡ്യൂസിങ് ഓക്സിജൻ ആൻഡ് കൺട്രോൾ ഗ്ലോബൽ വാർമിംഗ്, ആക്ട് ആസ് ബയോഡൈവേഴ്സിറ്റി സോൺ അക്കോമഡേറ്റിംഗ് മെനി ലിവിങ് ഓർഗാനിസം, aids in activities like generating electricity from waves and purifying salt water for drinking. അപ്പോൾ ഇത്രയാണ് ഓഷ്യൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറയാം, ഹ്യൂമൻ ലൈഫിൽ ഉള്ള ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. ഓഷ്യൻ ഹെൽപ്പ് ചെയ്യുന്നത്, ഫീച്ചേഴ്സ് അല്ല, ഓഷ്യൻ ഹെൽപ്പ് ചെയ്യുന്നത് ഹ്യൂമൻ ലൈഫിന് ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഏതൊക്കെ റോൾ ഇൻഫ്ലുവൻസ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഇങ്ങനെയാണ് എഴുതേണ്ടത്. 5ാമത്തത്, ഓൾത്തോ ഓൺലൈൻ സിസ്റ്റം ഹാവ് മെയ്ഡ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ ഈസിയർ, ഫ്രോഡ്സ് ഓൾസോ എക്സിസ്റ്റ് ഇൻ ദിസ് ഫീൽഡ്. നമുക്കറിയാം ഓൺലൈൻ സിസ്റ്റം എന്ന് പറയുന്നത് നമ്മുടെ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷനെ ഈസിയർ ആക്കിയ ഒരു സംഭവമാണ് അല്ലേ. നമ്മുടെ സാമ്പത്തിക അങ്ങനെ കൈമാറ്റ പ്രക്രിയകളെ ഈസിയാക്കിയ ഒന്നാണ് എന്തെന്ന് പറയുന്നത് ഓൺലൈൻ സിസ്റ്റം എന്ന് പറയുന്നത്.
ഫ്രോഡ് ഓൾസോ എക്സിസ്റ്റ് ഇൻ ദ ഫീൽഡ്. പക്ഷേ ഫ്രോഡ് പരിപാടികളും ഈ ഫീൽഡിൽ ഉണ്ട്. അപ്പോൾ നിങ്ങളോട് ചോദിച്ചിരുന്നത് ഫ്രം ദ ഫോളോയിങ് വിച്ച് ഇസ് നോട്ട് ആൻ ഓൺലൈൻ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ. താഴെ പറയുന്നതിൽ ഓൺലൈൻ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ അല്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓൺലൈൻ ഫിനാൻഷ്യൽ അല്ലാത്തത് ചെക്കാണ്. ഡെബിറ്റ് കാർഡും UPI ക്രെഡിറ്റ് കാർഡും എന്താണ്? ഓൺലൈൻ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ ആണ്. ചെക്കല്ല, നമ്മളത് അവിടെ പോയി തന്നെ ഓഫ്ലൈനായിട്ട് തന്നെ ചെയ്യണം. വാട്ട് ആർ ദ മെത്തേഡ്സ് ടു പ്രിവെൻറ്റ് ഓൺലൈൻ ഫ്രോഡ്? ഓൺലൈൻ ഫ്രോഡ്, അതായത് ഈ ഓൺലൈൻ ഫ്രോഡ് കാണിക്കുന്ന എങ്ങനെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എങ്ങനെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാം? ഡു നോട്ട് ഷെയർ ATM പിൻ ആൻഡ് OTP. ഒരിക്കലും നമ്മൾ നമ്മുടെ ATM പിന്നോ OTPയോ ഒരാൾക്കും ഷെയർ ചെയ്യരുത്. ATM പിന്നോ OTPയോ ഒരാൾക്കും ഷെയർ ചെയ്യരുത്. ഡു നോട്ട് ഓപ്പൺ സസ്പീഷ്യസ് ഓൺലൈൻ ലിങ്ക്സ്. ഒരിക്കലും നമുക്ക് സംശയം തോന്നുന്ന ഓൺലൈൻ ലിങ്ക്സ് ഒന്നും നമ്മൾ ഓപ്പൺ ചെയ്യരുത്. ഡു നോട്ട് റെസ്പോണ്ട് ടു ഫോൺ മെസ്സേജ് ആസ്കിങ് ഫോർ അക്കൗണ്ട് ഡീറ്റെയിൽസ് ചോദിച്ച് വിളിക്കുന്ന മെസ്സേജസോ ഫോൺ കോളിനോ നമ്മൾ റെസ്പോണ്ട് ചെയ്യരുത്. ഡു നോട്ട് കീപ്പ് ATM പിൻ ഓൺ ഫോൺ. ഒരിക്കലും നമ്മുടെ ATM പിന്ന് നമ്മുടെ ഫോണിൽ കീപ്പ് ചെയ്യരുത്. യൂസ് സ്ട്രോങ് പാസ്വേഡ്. നമ്മൾ സ്ട്രോങ് ആയിട്ടുള്ള പാസ്വേഡ് യൂസ് ചെയ്യുക. ചേഞ്ച് പാസ്വേഡ് ഫ്രീക്വൻ്റ്ലി. ഇടയ്ക്കിടയ്ക്ക് പാസ്വേഡ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുക. ഇങ്ങനെയൊക്കെ നമുക്ക് ഓൺലൈൻ ഫ്രോഡിങ്ങിനെ തടയാവുന്നതാണ്. ഇനി 6th ക്വസ്റ്റ്യൻ. ജപ്പാൻ ഈസ് എ കൺട്രി ദാറ്റ് ഗ്രൂ വിത്ത് സ്ട്രോങ് വിൽ പവർ ഈവൻ ആഫ്റ്റർ സഫറിംഗ് ന്യൂക്ലിയർ അറ്റാക്സ് ഫോളോയിങ് ദ സെക്കൻഡ് വേൾഡ് വാർ. ഫ്രം ദ ഫോളോയിങ് ഐഡൻറ്റിഫൈ ജാപ്പനീസ് ബ്രാൻഡ്. താഴെ പറയുന്നതിൽ ജാപ്പനീസ് ബ്രാൻഡ് ഏതാണ്? നമ്മൾ ജപ്പാനെ കുറിച്ച് പഠിക്കുന്നുണ്ട് അല്ലേ നമ്മുടെ ലാസ്റ്റ് ചാപ്റ്ററിൽ. അപ്പോൾ ജപ്പാൻ എന്ന് പറയുന്നത് നല്ല വിൽ പവറുള്ള ഒരു ന്യൂക്ലിയർ അറ്റാക്കിന് ശേഷം അല്ലേ, സഫറിങ് ന്യൂക്ലിയർ അറ്റാക്ക് സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം നല്ലൊരു ഗ്രൂ ചെയ്ത ഒരു കൺട്രിയാണെന്ന് പറഞ്ഞത് ജപ്പാൻ എന്ന് പറയുന്നത്. അപ്പോൾ ജപ്പാൻ്റെ ബ്രാൻഡ് ഏതാണെന്ന്, അത് ഐഡൻറ്റിഫൈ ചെയ്ത ജാപ്പനീസ് ബ്രാൻഡ് ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഏതാണ്? ടൊയോട്ട. ഏതാണ്? മാരുതി, ടൊയോട്ട, ഫിയറ്റ്, റെനോൾട്ട് തന്നിട്ടുണ്ട്. ഏതാണ്? ടൊയോട്ട. റൈറ്റ് എനി 2 ഫാക്ടേഴ്സ് ദറ്റ് കോൺട്രിബ്യൂട്ട് ടു മോഡേണൈസേഷൻ ഓഫ് ജപ്പാൻസ് എക്കണോമി. മോഡേണൈസേഷൻ ഓഫ് ജപ്പാൻസ് എക്കണോമിയുടെ 2 ഫാക്ടേഴ്സ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്തൊക്കെ എഴുതാം? ജാപ്പനീസ് സ്റ്റുഡൻസ് വെർ സെൻഡ് അബ്രോഡ് ഫോർ എഡ്യൂക്കേഷൻ. ജാപ്പനീസ് സ്റ്റുഡൻസ് എന്ന് എഡ്യൂക്കേഷന് വേണ്ടി അബ്രോഡിലേക്ക് അയച്ചു. ഫോറിൻ ടെക്നീഷ്യൻസ് വെയർ അപ്പോയിൻറ്റഡ് ടു ട്രെയിൻ ദ വർക്കേഴ്സ്. ഇത് രണ്ടാണ് ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് നിങ്ങളുടെ മോഡൽ എക്സാമുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസും അവരുടെ ഉത്തരങ്ങളുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായി ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ദെൻ സീ യു അഗെയിൻ. താങ്ക് യു.